പാകിസ്ഥാനിലെ പട്ടിണിയും പോഷകാഹാരക്കുറവും സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന പുതിയ റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കുറയുകയും ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ സ്ഥിതി കൂടുതൽ മോശമാകുന്നതായാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ പട്ടിണി കുറയ്ക്കുന്നതിൽ പുരോഗതി കൈവരിച്ചപ്പോൾ പാകിസ്ഥാൻ അതിന് വിപരീതമായ ദിശയിലാണ് മുന്നേറുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യത്തിന്റെ ഉയർന്ന പ്രതിരോധ ചെലവും സാമൂഹിക വികസന മേഖലയിലേക്ക് കുറഞ്ഞ നിക്ഷേപവുമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളിലൊന്നെന്നാണ് നിരവധി വിദഗ്ധരുടെ വിലയിരുത്തൽ. യൂറോ ഏഷ്യൻ ടൈംസ് പ്രസിദ്ധീകരിച്ച വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ പാകിസ്ഥാനിൽ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം ഏകദേശം 37% വർദ്ധിച്ചു. ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും പട്ടിണി കുറയുന്ന കാലഘട്ടത്തിലാണ് പാകിസ്ഥാനിൽ ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. 2004-2005 കാലയളവിൽ ലോക ജനസംഖ്യയുടെ ഏകദേശം 14% പേർ പട്ടിണി അനുഭവിച്ചിരുന്നുവെങ്കിൽ 2025-26 കാലയളവോടെ അത് 7.8% കുറഞ്ഞുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആഗോളതലത്തിൽ പുരോഗതി പ്രകടമായിട്ടും പാകിസ്ഥാനിൽ അതിന്റെ ഗുണഫലം ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുടർച്ചയായ 3-ാം വർഷവും ലോകത്ത് പട്ടിണി കുറയുന്ന പ്രവണതയാണ് രേഖപ്പെടുത്തിയത്. 2025 ലോകത്ത് ഏകദേശം 645 ദശലക്ഷം ആളുകൾ, അതായത് ആഗോള ജനസംഖ്യയുടെ 7.8% പേർ പട്ടിണിയുടെ പിടിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ള കണക്ക്. പട്ടിണി ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. അവിടെ 309 ദശലക്ഷം ആളുകൾ ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ കഴിയുന്നു. ഏഷ്യയിൽ 292 ദശലക്ഷം ആളുകൾ പട്ടിണി നേരിടുന്നുണ്ടെങ്കിലും നിരവധി രാജ്യങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഏഷ്യയിലെ പ്രധാന രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും വിവിധ ക്ഷേമ പദ്ധതികളിലൂടെയും കാർഷിക സാമ്പത്തിക പരിഷ്കരണങ്ങളിലൂടെയും ദശലക്ഷക്കണക്കിന് ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാൻ കഴിഞ്ഞതായി റിപ്പോർട്ട് വിലയിരുത്തുന്നു. എന്നാൽ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഭക്ഷ്യസുരക്ഷയുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ്. പട്ടിണി കുറയ്ക്കുന്നതിൽ ലോകം മുന്നേറുമ്പോൾ പാകിസ്ഥാൻ പിന്നോക്കം പോകുന്ന രാജ്യങ്ങളിലൊന്നായി മാറിയെന്നാണ് റിപ്പോർട്ടിലെ നിരീക്ഷണം. രാജ്യത്തിന്റെ വികസന പദ്ധതികളേക്കാൾ പ്രതിരോധത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഭക്ഷ്യസുരക്ഷ, തൊഴിൽ സൃഷ്ടി തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ നിക്ഷേപം നടത്താൻ കഴിയാതിരുന്നതും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക വിഭവങ്ങളുടെ വലിയൊരു പങ്ക് സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് ദാരിദ്ര്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. പാകിസ്ഥാനിലെ പട്ടിണിയും പോഷകാഹാരക്കുറവും ആഭ്യന്തര യുദ്ധമോ പ്രകൃതി ദുരന്തമോ വിദേശ അധിനിവേശമോ മൂലമുണ്ടായ പ്രതിസന്ധി അല്ലെന്നാണ് പല വിദഗ്ധരുടെയും വിലയിരുത്തൽ. ഭരണപരമായ വീഴ്ചകളും സാമ്പത്തിക മുൻഗണനകളിലെ അസന്തുലിതാവസ്ഥയും സാമൂഹിക വികസന മേഖലകളിലെ അവഗണനയുമാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ സൂചികകളിൽ പിന്നോക്കം നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഉയർന്ന പ്രതിരോധ ചെലവുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ തുടരുന്നതും റിപ്പോർട്ടിൽ ശ്രദ്ധേയമായി പരാമർശിക്കുന്നു. റിപ്പോർട്ടുകളും ഭക്ഷ്യസുരക്ഷാ വിലയിരുത്തലുകളും പാകിസ്ഥാനിലെ ഭക്ഷ്യപ്രശ്നങ്ങൾക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി, ഉയർന്ന വിലക്കയറ്റം, കാലാവസ്ഥാ ദുരന്തങ്ങൾ, കാർഷിക ഉൽപാദനത്തിലെ തിരിച്ചടികൾ, ചില പ്രദേശങ്ങളിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ പുരോഗതിക്ക് സംഭാവന ചെയ്തതായി വിലയിരുത്തപ്പെടുന്ന ഘടകങ്ങൾ, പൊതുവിതരണ സംവിധാനം, സൗജന്യ ധാന്യ വിതരണ പദ്ധതികൾ, കാർഷിക ഉൽപാദന വർധന, മാതൃശിശു പോഷണ പദ്ധതികൾ, സാമ്പത്തിക വളർച്ചയും ദാരിദ്ര്യത്തിലെ കുറവും. 2026-27 സാമ്പത്തിക വർഷത്തേക്കായി പാകിസ്ഥാൻ $10.8 ബില്യൺ പ്രതിരോധ ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഏകദേശം 18% വർധനയാണ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പട്ടിണിയും തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ മേഖലയിലേക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ നിരവധി സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക വികസനം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തേണ്ടത് അനിവാര്യമാണെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.